ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയെ കോടികൾ കൊണ്ട് പൊതിയാവുന്നും കോടികൾ കൊടുത്ത് കെട്ടിച്ചയക്കാവുന്നും ജോലി വേണമെങ്കിൽ അത് മേടിച്ചു കൊടുക്കാവുന്നു എല്ലാം പറഞ്ഞ് ഗംഗേട്ടനും രണ്ട് അനിയന്മാരും കൂടെ അവിടെ നിന്നിങ്ങനെ ഘോര പ്രസംഗിക്കുകയാണ് ബാലൻ്റെ മുന്നിൽ. ഇതിനെല്ലാത്തിനും കൂടി അവർ ചോദിച്ചത് ഒരൊറ്റ നിബന്ധന മാത്രം: അലീനയെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം. അലീനയെ ഇനി വൈജയുടെയും ബാലൻ്റെയും വീട്ടിലുണ്ടാകാൻ പാടില്ല എന്നുള്ളത്. അത് കേട്ടപ്പോൾ നമ്മുടെ ബാലൻ ഇങ്ങനെ അന്തം വിട്ട് ഇവന്മാരെ ഒന്ന് നോക്കി. അതുപോലെ തന്നെ കൃഷ്ണമോളും ഇവരെ ഒന്ന് നോക്കി. ബാലൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളൊരു പേടി കൊണ്ട് അല്ലെങ്കിൽ ഒരു ആകാംക്ഷ കൊണ്ട് ഇവന്മാരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീന ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിനൊരു പ്രശ്നമാവരുത് എന്നിങ്ങനെ പറയുവാണ്. അലീന ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം വൈജയും ബാലനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നും നിങ്ങളുടെ ജീവിതം എന്നും ഈ ഒരു ഇതിൽ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ, അലീന എൻ്റെ മോളാണ്, ആ അലീന ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ആ കുഞ്ഞിന് കിട്ടാത്ത നീതി ഞാൻ നിഷേധിക്കണോ എന്ന് ചോദിച്ചു. നിങ്ങൾക്കൊക്കെ മനസാക്ഷിയുണ്ടോ ഈ രീതിയിൽ സംസാരിക്കാൻ? നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ പെങ്ങളും നിങ്ങളുടെ അമ്മാമ്മയും കൂടെ ചേർന്നുണ്ടാക്കിയ കുരുക്കാണ് അലീന കഴിഞ്ഞ് 23 വർഷം അനാഥയായി ജീവിച്ചത്. ഇനിയും അതിനെ അനാഥയെ പോലെ തള്ളിയിറക്കി വിടാൻ നിങ്ങൾക്കൊരു ഉളുപ്പും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുക. നിങ്ങളുടെ ചോര തന്നെയല്ലേ ആ പെൺകൊച്ച്? അലീനയുടെ അമ്മയുടെ മുന്നിൽ നിൽക്കണമെന്നുള്ളത് അവളുടെ ആഗ്രഹമാണ്. ആ മനസ്സിൻ്റെ ഇത് നിങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ശരിക്കും അങ്ങ് കൊടുത്തു. ഇത്രയൊക്കെ അതിനെ ദ്രോഹിച്ചിട്ടും ഇത്രയൊക്കെ അതിനെ ഉപദ്രവിച്ചിട്ടും നിങ്ങൾക്ക് മതിയായില്ല. ഇനിയും അവൾ അനാഥയെ പോലെ തന്നെ കഴിയണം. സ്വന്തം അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അവൾ എന്തിനാ അനാഥയെ പോലെ കഴിയണമെന്ന് ചോദിച്ചു. നിങ്ങളുടെ പെങ്ങളുടെ മുന്നിൽ എൻ്റെ മകളായി തന്നെ അവൾ ഈ വീട്ടിൽ ജീവിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മതിയെന്നേ, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നും ബാലന് നല്ല ഒന്നാന്തരമായിട്ട് അറിയാവുന്നും പറഞ്ഞു. ബാലൻ, ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ ഇങ്ങനെ പറയുമ്പം, ഇനി നിങ്ങളൊന്നും പറയണ്ട. അലീന എവിടെയുണ്ടോ അലീന ഇവിടെ എത്തിയിരിക്കണം. സ്വന്തം അമ്മയെ കണ്ട്, അമ്മയാണെന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല, അമ്മയെ കണ്ടെങ്കിലും ജീവിക്കാൻ ഇനിയുള്ള കാലമെങ്കിൽ ആ കൊച്ചിനെ ഒന്ന് അനുവദിച്ചൂടെ നിങ്ങൾക്കെന്നൊക്കെ ബാലൻ ഇങ്ങനെ ഇവരോട് ചോദിച്ചു. അങ്ങനെ ബാലൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇവർക്ക് ഉത്തരവില്ലാതെ ഇവരിങ്ങനെ ചൂളി നിൽക്കുക കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് മാത്രം ഈ ലോകത്ത് നീതി വേണ്ട. തെറ്റിൽ മുങ്ങിക്കിടക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങൾക്കും മാത്രം നീതി. അത് എവിടുത്തെ മര്യാദയാണെന്നും ബാലൻ ഇവരോട് ചോദിക്കുക. അതിനൊന്നും ഇവർക്ക് മറുപടിയില്ല. ഇവരിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അലീന എങ്ങും പോവില്ല, അലീനയെ എങ്ങും മാറ്റുകയും വേണ്ട. അലീന ഈ വീട്ടിൽ എൻ്റെ മകളായി തന്നെ ജീവിക്കും, അവളുടെ അമ്മയുടെയും അവളുടെ അമ്മയുടെ വീട്ടുകാരുടെയും കൺമുന്നിൽ. എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിച്ചു. അത് ബാല, ഇനിയൊന്നും മിണ്ടണ്ട, എനിക്കിനി കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആദ്യം അലീന എവിടെയാണെന്ന് പറ, അലീനയ്ക്കൊരു പോറൽ പോലും പറ്റിക്കാതെ അവളെ ഇവിടെ എത്തിക്കാൻ എന്താണോ വേണ്ടത് അത് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബാലൻ ഇവർക്കൊരു ടൈമും കൊടുത്തു. അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മനു വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം മനുവിനോട് ബാലൻ വിവരം പറഞ്ഞു. മനു, നീ ഇത് എവിടെ? അപ്പം മനു അന്വേഷിച്ച് നടക്കുകയാണെന്ന് അറിയാലോ. മനു, നീ ഇത് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇന്ന സ്ഥലത്ത് പോയിരിക്കുകയാണ്, ഞാൻ അവരുടെയൊക്കെ അടുത്ത് പോയി, കഴക്കൂട്ടത്തൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നീ ഇങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യം, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോരേന്ന് പറഞ്ഞു. അലീനയെ കണ്ടോന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞത് തന്നെ ആയി മനു, ശരിയായ കാര്യം. നിൻ്റെ കൊച്ചച്ഛനും നിൻ്റെ അച്ഛനും കൂടെ ചേർന്ന് അവളെ ഒളിപ്പിച്ചതാ. നിൻ്റെ കൊച്ചച്ഛൻ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴേ അതങ്ങ് സമ്മതിച്ചു. ദേ ഇപ്പം ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും അറിഞ്ഞു. അലീനയെ പറ്റിയുള്ള എല്ലാം അറിഞ്ഞു എന്ന് മനു ചോദിക്കുക. എല്ലാം അറിഞ്ഞു, നിൻ്റെ വല്യച്ഛനെല്ലാം അവരോട് പറഞ്ഞു. ഇപ്പോഴേ തല താഴ്ത്തി എൻ്റെ മുന്നിൽ വന്ന് നിൽപ്പുണ്ട്. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എന്നോട് തട്ടിക്കയറി എന്നെ കടിച്ചു കീറാൻ വന്നവന്മാർ ഇപ്പം ഇവിടെ നിൽക്കുന്ന പരുവം നിനക്കറിയോ എങ്ങനെയാണെന്ന്. നീ ഇനി എങ്ങും ചുറ്റി നടക്കണ്ട, നീ നേരെ ഇങ്ങ് പോരേന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻ, എന്നാൽ ഇവർക്കൊക്കെ എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാൻ? എന്തൊരു മര്യാദ കേട്ട ജന്മങ്ങളാങ്കളെ ഇവരൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് മനു, ഇവരുടെ മര്യാദ എന്താണെന്ന് നീ നേരത്തെ അറിഞ്ഞതല്ലായിരുന്നോ എന്ന് ചോദിച്ചു. നീ ഇങ്ങ് വാന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറയും. അപ്പം ഞാൻ വേഗം തന്നെ എത്താങ്കളേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണും അങ്ങ് കട്ട് ചെയ്തു. മനു വണ്ടി ഓടിച്ചിങ്ങനെ പോരും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വൈജയുടെ അരികിൽ 2 നേഴ്സുമാർ വന്ന് നിൽക്കുന്നുണ്ട്. അവർ 2 പേരും കൂടി ഇങ്ങനെ വൈജയ്ക്ക് തൂത്തും തുടച്ച് മരുന്ന് വെച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്നിങ്ങനെ വൈജയോട് ഈ നേഴ്സുമാർ ചോദിക്കുമ്പോൾ ഒറ്റക്കണ്ണിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ. എന്താ സിസ്റ്റർ, എന്താ കാര്യം? പോലീസ് വന്നിട്ട് സിസ്റ്ററോട് എന്താ ചോദിച്ചേ എന്ന് മറ്റേ സിസ്റ്റർ വന്ന് ഈ സിസ്റ്ററോട് ചോദിച്ചു. അതുണ്ടല്ലോ, ഇവിടെ ഇവരുടെ കൊച്ചാണെന്നും മൂത്ത മകളാണെന്നും വന്ന് പറഞ്ഞ അലീന എന്ന് പറഞ്ഞ കൊച്ചില്ലേ,
നിങ്ങളുടെ മൂത്ത മകളാണെന്നും പറഞ്ഞ് ഇവിടെ ഒരു അലീന എന്ന് പറഞ്ഞ കുട്ടി വന്ന് നിൽപ്പില്ലായിരുന്നു, ആ കുട്ടിയെ കാണാനില്ലെന്ന്. അപ്പോഴത്തേക്കും വൈജയുടെ ഉണ്ടക്കണ്ണ് ഇങ്ങനെ തുറച്ചു വന്നു. എന്നിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ, കാണാനില്ലെന്ന് എന്തൊക്കെയാ പറയുന്നത് എന്ന് കൂടെയുള്ള നേഴ്സ് ചോദിക്കുമ്പം ആ കൊച്ച് ഇവിടുന്ന് മറ്റേ പുള്ളിക്കാരി വന്നപ്പോൾ പോയതല്ലേ, പക്ഷെ അത് വീട്ടിൽ ചെന്നിട്ടില്ലെന്ന്, അതിനെ ആരോ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെയാണ് പറയുന്നത്. അതിനെപ്പറ്റി ആലോചിക്കാനായിട്ട് ചോദിച്ചറിയാനൊക്കെ ആയിട്ട് പോലീസുകാർ വന്നതാണെന്ന കാര്യം ആ നേഴ്സ് പറഞ്ഞു. എന്തായാലും അത് നല്ലൊരു കൊച്ചായിരുന്നു, എല്ലാം ചെയ്യാനും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും ഒക്കെ അറിയാവുന്ന ഒരു കൊച്ച്. ഇവർക്ക് തന്നെയാണ് ആ കൊച്ചിനെ പിടിക്കാത്തത്. അതറിയത്തില്ലേ, ഇവരുടെ കൊച്ചല്ല അത് ഇവരുടെ ഭർത്താവിൻ്റെ ആദ്യത്തെ മകളാണ്, ഇത് രണ്ടാനമ്മയാണ്. അപ്പം പിന്നെ ഇതല്ലാതെ ഇതിനപ്പുറം ഒന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കണ്ടല്ലോ എന്നൊക്കെ അവരിങ്ങനെ നിന്ന് പറഞ്ഞു. അതാണല്ലേ, അപ്പം അതാണ് ഇവർക്ക് ആ കൊച്ചിനോടുള്ള ദേഷ്യം. എന്നാലും നല്ല പൊന്നുംകുടം പോലത്തെ ഒരു കൊച്ചല്ലേ, ആ കൊച്ചിനെ ഇവർ ഇങ്ങനെയൊക്കെ ഇവിടെ വെച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവർ വീട്ടിൽ വെച്ച് എന്നതായിരിക്കും ആ കൊച്ചിനോട് കാണിക്കുന്നത്, നല്ല സിസ്റ്റർ എന്ന് കൂടുതൽ സിസ്റ്റർ ചോദിക്കും കേട്ടോ. ഇവരെ കണ്ടാൽ തന്നെ അറിയത്തില്ല ഇവർ ആളത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ലെന്നുള്ളത്. പിന്നെ ഇപ്പം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടുള്ള ആ ഒരു ഇതിൽ ഇവരിങ്ങനെ കിടക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഓരോന്ന് പറയുക വൈജയെ പറ്റി. അപ്പോൾ വൈജി ഇങ്ങനെ ഉണ്ടക്കണ്ണും മുഴിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നേഴ്സുമാർ അവിടെ നിന്ന് അങ്ങ് പോയി. നേഴ്സുമാരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വൈജി ഇങ്ങനെ ഉണ്ടക്കണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വിട്ടിച്ച് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് എന്ത് പറ്റി, ആരും വരുന്നുമില്ല, പറയുന്നുമില്ല, അറിയാനും പറ്റുന്നില്ല. നേഴ്സുമാർ പറഞ്ഞു അവിടെ ഇവിടെ തൊടാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയാം, അത് വെച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ അത് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ അവിടെ കിടക്കുവാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടിൽ ബാലനും അതുപോലെ അളിയന്മാർ 3 പേരും കൃഷ്ണമോളും കൂടെ നിന്ന് അലീനയെ കൊണ്ടുവരുന്നതിനെ പറ്റി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. പോലീസുകാർ അങ്ങോട്ടേക്ക് വരുമ്പോൾ ബാലനെ കാണാനും ബാലനോട് സംസാരിക്കാനുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർ കയറി വന്നു കഴിഞ്ഞപ്പം സാർ എന്തെങ്കിലും വിവരം കിട്ടിയോ സാർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന രീതിയിൽ ബാലൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണെന്ന് മനസ്സിലായപ്പോൾ ഒരു വിവരവും കിട്ടിയില്ല, എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഇവരെയല്ലേ സംശയം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു സാറ് ബാലനോട്. അപ്പോൾ എൻ്റെ സംശയം ശരിയായി സാർ, ഇവർക്കറിയാം അലീന എന്ന് പറയുന്ന എൻ്റെ മോൾ എവിടെയുണ്ടെന്ന്, അവൾ എവിടെയുണ്ട് എന്ന് ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു. ഒരു പോറൽ പോലും പറ്റാതെ എനിക്ക് എൻ്റെ മോളെ തിരിച്ചു വേണം എന്ന് ബാലൻ ഇങ്ങനെ ഇവരോട് പറയാം. അപ്പോൾ ഈ പോലീസുകാരും ഈ രാജീവനോടും ശിവനോടും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അലീന എവിടെയുണ്ടെന്നും അലീനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും ഇവർ. അങ്ങനെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് അലീനയെ പറ്റി സംസാരിക്കുന്നു. അതിനുശേഷം അലീനയെ രക്ഷിക്കാൻ പോകാനുള്ള പുറപ്പാടിലാണ്. ഈ സമയത്ത് അലീനയുടെ അരികിലേക്ക് ചെല്ലാൻ പറ്റാതെ ഗുണ്ടകൾ വീടിന് ചുറ്റും കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അലീനയാണ് വാതിൽ കുറ്റിയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ജനലിങ്ങനെ തുറന്ന് കിടക്കുന്ന ജനലിൻ്റെ ചോട്ടിൽ ഇവന്മാർ വന്നിട്ട് അലീനയുടെ വാതിൽ തുറക്കടി, നീ എന്നാടി ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് വളരെ മോശമായ ഭാഷയിലൊക്കെ അലീനയോട് ഇങ്ങനെ സംസാരിക്കുന്നു. നീ ഇവിടെ എത്ര നേരം ഇങ്ങനെ വാതിൽ പൂട്ടി കിടക്കുവടി, നിന്നെയേ പാക്ക് ചെയ്യാനുള്ളതാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാരിങ്ങനെ അലീനയോട് വളരെ വൾഗറായിട്ടുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അലീന പേടിച്ച് വിറച്ച് ഇങ്ങനെ മൂലയിൽ പോയി ഇങ്ങനെ നിൽക്കുക. ഇവന്മാരെങ്ങാനും ഉപദ്രവിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ് അലീനയ്ക്ക്. ഇവന്മാരെന്നിട്ട് ഇങ്ങനെ ചെകുത്താന്മാരെ പോലെ ഇങ്ങനെ അലീനയുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരുമാതിരി ഇതിലൊക്കെ ഇങ്ങനെ വരുന്നു. അപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര പേടി. അലീനയാണെങ്കിൽ കരഞ്ഞ് തളർന്നിരിക്കുക. അപ്പോഴത്തേക്കും അവിടുന്ന് എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇപ്പം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എവിടെയാണ് സ്പോട്ടും കാര്യങ്ങളും, നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന പോലെയാണെന്നൊക്കെ ഇവന്മാർ പറഞ്ഞു. അപ്പം തന്നെ വണ്ടി എടുക്കാൻ പറഞ്ഞു. ബാലൻ ആദ്യം ചാടി ഇറങ്ങി കൃഷ്ണമോളെയും കൂട്ടി. അവർ 2 പേരും കൂടി വണ്ടിയിൽ കയറി, ഇവന്മാർ വണ്ടിയിൽ കയറി, പോലീസുകാരും വണ്ടിയിൽ കയറി. അങ്ങനെ 3 വണ്ടി പോവുക. 3 വണ്ടി പിന്നെ പുറകെ പായുവാണ് അലീനെ താമസിപ്പിച്ചിരിക്കുന്നിടത്തേക്ക്. അവിടെ ചെന്നപ്പോൾ ഈ കാഴ്ച കണ്ട് നമ്മുടെ ബാലൻ ഞെട്ടിപ്പോയി. ഭയങ്കര കൊടും വനം പോലത്തെ ഒരു സ്ഥലം. അതിനകത്തോടെ ആരും ഒരു പട്ടിക്കുറുക്കം പോലും ഇല്ലാത്തൊരു വഴി കൂടി ഇങ്ങനെ കയറിപ്പോവും അവർ. അപ്പോൾ ഇവന്മാരാണ് മുന്നിൽ പോണത്. അപ്പോഴേക്ക് ഈ ഗുണ്ടകൾ അവിടെ നിന്ന് ശബ്ദം കേട്ടു, വണ്ടിയുടെ ശബ്ദം കേട്ടു. അപ്പോൾ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് ഇവന്മാർ 4 പാടും ചെതറി ഓടി കേട്ടോ. ഇവന്മാർ രക്ഷപ്പെടും. അപ്പോഴത്തേക്കും വണ്ടി എല്ലാം കൂടി വീടിൻ്റെ മുന്നിൽ വന്നു. അപ്പോൾ ഈ പോലീസുകാർ ഇറങ്ങി വന്നു. അപ്പോൾ കുറേ അവന്മാർ ഓടുന്നതൊക്കെ പോലീസുകാർ കണ്ടു. അപ്പോൾ കുറച്ച് പേരോട് പിടിക്കാൻ ഒക്കെ SI പറഞ്ഞു. അതിനനുസരിച്ച് ഇവരെന്നിട്ട് അകത്തേക്ക് കയറി പോകാൻ നോക്കി. എവിടെയാണ് ആ കൊച്ചെന്ന് ചോദിക്കുമ്പോൾ അകത്തെ മുറിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അകത്തെ മുറിയിലാണെന്ന് പറഞ്ഞെങ്കിലും ബാലന് പേടി. ബാലൻ എന്നിട്ട് ഇങ്ങനെ ചുറ്റിനും ഓടി നടന്ന് ഈ അലീനയുടെ റൂമിൻ്റെ ആ ജനൽപ്പാളിയുടെ അടുത്ത് വന്നു നോക്കുമ്പോൾ അലീന അവിടെ ഇങ്ങനെ പേടിച്ച് സൈഡിലേക്ക് ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞിങ്ങനെ നിൽക്കുന്ന കാഴ്ച ബാലൻ അത് കണ്ടപ്പോഴത്തേക്കും ബാലൻ ഞെട്ടിപ്പോയി. മോളെ അലീനയെന്നും പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് അലീന പെട്ടെന്ന് നടുങ്ങി
തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സമാധാനം, സന്തോഷം, എന്നാ പറയേണ്ട വല്ലാത്തൊരവസ്ഥ. അച്ഛാന്നും വിളിച്ച് ആ വേസ്റ്റുകൾക്കിടയിലൂടെ ഏന്തി വലിഞ്ഞെഴഞ്ഞ് നീങ്ങി ഓടി വന്ന് അച്ഛനെ ഇങ്ങനെ 2 കവളിലും ഇങ്ങനെ പിടിക്കുക. അച്ഛാന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും മോളേന്നും പറഞ്ഞുകൊണ്ട് ബാലനും ശരിക്കും ഒരു അച്ഛൻ മകൾ ബന്ധം തന്നെ. എന്നിട്ടിങ്ങനെ കവളയിലൊക്കെ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുമ്പം എൻ്റെ പൊന്നുമോളേന്നും പറഞ്ഞുകൊണ്ട് ബാലനും ഇങ്ങനെ വിളിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് മോള് പേടിക്കണ്ട, അച്ഛൻ വന്നു കേട്ടോ, പോലീസ് എല്ലാവരും ഉണ്ട്, ഇനി ആരും എൻ്റെ മോളെ ഒന്നും ചെയ്യില്ല, അച്ഛനെ അവരെന്തെങ്കിലും ചെയ്യുമോ അച്ഛനെ അവരെന്തെങ്കിലും ചെയ്യുമോ അച്ഛാന്ന് അലീന ഇങ്ങനെ പറയുമ്പോഴാണ് ബാലൻ ഇങ്ങനെ പറയണേ. അച്ഛൻ്റെ കൂടെ പോലീസും കൃഷ്ണമോളും ഒക്കെ ഉണ്ട്, ആരും ഒന്നും ചെയ്യില്ല, എൻ്റെ മോള് പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അലീനയോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ബാലൻ അകത്തോടെ കയറി ചെല്ലുക. ബാലനും പോലീസുകാരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നു. ഒരു നാണവും ഇല്ല മാനവും ഇല്ലാതെ അവന്മാർ ആ സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ബാലൻ ഇവന്മാരെ ഒന്ന് നോക്കി, എങ്ങനെ കഴിയുന്നടോ നിനക്കൊക്കെ ഇതെന്ന് ചോദിച്ചുകൊണ്ട് ബാലൻ എന്നിട്ട് അകത്തേക്ക് കയറി പോവുക. എന്നിട്ട് ബാലനകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗേട്ടൻ അനിയന്മാരോട് 4 ഡയലോഗ്. നിന്നെയൊക്കെ എന്താടാ ചെയ്യേണ്ടത്? ഇത്രയും ഭീകരമായ ഒരു സ്ഥലത്ത് ആ കൊച്ചിനെ കൊണ്ട് പൂട്ടിയിടാം. നീയൊക്കെ ഇത് എവിടുന്ന് കണ്ടുപിടിച്ചതാടാ? നീക്ക് എന്താടാ ഇങ്ങനെ ആയിപ്പോയത്? ഇത്രയും ദുഷ്ടത്തരം നിൻ്റെയൊക്കെ തലയിൽ നിന്ന് എവിടുന്ന് ഉദിച്ചടാ? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ചേട്ടൻ അനിയന്മാരോട് സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. പറ്റിപ്പോയെന്ന് പറഞ്ഞില്ലേ ഗംഗേട്ടാ എന്നും ചോദിച്ചുകൊണ്ട് ചേട്ടനും അനിയനും കൂടെ അവിടെ നിൽക്കുന്നു. ബാലൻ അന്നേരത്തേക്ക് അകത്തേക്ക് കയറി ചെന്നപ്പോൾ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അച്ഛനാ മോള് വാതിൽ തുറക്കാൻ പറഞ്ഞ് ബാലൻ വിളിക്കുമ്പോൾ അലീന ഡോറ് തുറന്നപ്പോഴത്തേക്കും അലീന അച്ചാന്നും വിളിച്ചു. അപ്പോൾ ബാലനും പോലീസുകാരും നിൽക്കുന്ന അലീന കണ്ടു. അച്ചാന്നും വിളിച്ച് ഓടി വന്ന് ബാലനെ അങ്ങ് കെട്ടിപ്പിടിച്ചൊരു ഒറ്റ കരച്ചിൽ. അച്ഛാന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. എൻ്റെ മോള് സങ്കടപ്പെടല്ലേ, അച്ഛനിങ്ങ് വന്നില്ലേ, എൻ്റെ മോൾ എന്തിനാ കരയുന്നത്, എൻ്റെ മോള് കരയല്ലേ, ധൈര്യമായിട്ടിരിക്കുക, നമ്മൾ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ സമാധാനിപ്പിക്കാം. ഇതെന്തിനാ ഡോറകത്തുനിന്ന് കുറ്റിയിട്ടെ എന്നിങ്ങനെ ബാലൻ അന്നേരത്തേക്ക് അലീനയോട് ചോദിച്ചു. അപ്പോൾ അവരെൻ്റെ കൈയും വായൊക്കെ പൊത്തി കാലൊക്കെ കെട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്, അവർ അകത്തേക്ക് കയറി വരാതിരിക്കാനാണ് ഞാൻ വാതിൽ കുറ്റിയിട്ടതെന്നിങ്ങനെ അലീന അച്ഛനോട് പറയുവാണ്. അങ്ങനെ അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അവരെന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ പേടിച്ചു പോയച്ചാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. എൻ്റെ മോളെ തൊടാൻ ഒരുത്തനും ധൈര്യപ്പെടില്ല, നീങ്ങ് വാന്നും പറഞ്ഞുകൊണ്ട് ബാലൻ എന്നിട്ട് അലീനയെ ചേർത്ത് പിടിച്ചിങ്ങനെ വരും. അപ്പോൾ അലീന പേടിക്കണ്ട കേട്ടോ, പ്രോബ്ലംസ് ഒന്നുമില്ല എന്നൊക്കെ വന്നിട്ട് പോലീസുകാർ അലീനയോട് പറഞ്ഞു. അങ്ങനെ ബാലൻ തൻ്റെ മകളെയും ചേർത്ത് പിടിച്ച് ഈ നാണം കെട്ട നെറുകെട്ടവന്മാരുടെ മുന്നിലേക്ക് തലയെടുപ്പോട് കൂടി വരുമ്പോഴേക്കും കയ്യിൽ പുറകിൽ കയ്യും കെട്ടി നമ്മുടെ ഗംഗേട്ടൻ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുവാണ് അലീനയെ കാണാൻ വേണ്ടിയിട്ട്. മറ്റവന്മാരാണെങ്കിലോ സൈഡിൽ നിന്ന് ഇങ്ങനെ നൈസായിട്ട് സ്കൂട്ടാവാൻ നോക്കുക. അലീനയുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഗംഗേട്ടൻ ഇങ്ങനെ നെഞ്ചും പിരിച്ചിങ്ങനെ നോക്കി നിൽപ്പുണ്ടെന്ന്. ഗംഗേട്ടൻ ഇതിനകത്ത് എല്ലാം അറിയാവുന്നത് കൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ബാലൻ അന്നേരത്തേക്കും തൻ്റെ മോളെ ചേർത്ത് പിടിച്ച് പോലീസുകാരുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പോൾ ചേച്ചിയെ കണ്ടപ്പോഴത്തേക്കും കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷം. കൃഷ്ണമോൾ ഓടി ചെന്ന് ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു, മോളേന്നും പറഞ്ഞുകൊണ്ട് അലീന. അപ്പോൾ അലീന മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നു പോയി. മനസ്സിൽ വല്ലാത്തൊരു പേടി ഭയമൊക്കെ രൂപപ്പെട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നല്ലോ. അങ്ങനെ അച്ഛൻ്റെ ആ ഒരു തണലിൽ നമ്മുടെ അലീന ഇറങ്ങി വരുന്നു. അപ്പോൾ കൃഷ്ണമോൾ ഓടി ചെന്ന് തൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിക്കുന്നു. അവന്മാരാണെങ്കിലോ ഇവരെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഓടി വണ്ടിക്കകത്തും കയറി. അങ്ങനെ പോലീസുകാരും ബാലനും കൂടി ചേർന്ന് അലീനയെ രക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിരിക്കുന്നിടത്ത് മരണപ്പാച്ചിലായിരുന്നു തൻ്റെ മകളെ രക്ഷിക്കാനായിട്ട് ബാലൻ. മരണത്തോട് മല്ലടിച്ച്, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ജീവൻ മരണ പോരാട്ടമായി കണ്ട് തൻ്റെ മകളെ ചേർത്ത് പിടിച്ച് ബാലൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു അത്യുഗ്രൻ സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്നത്തേത്. ഇനിയിപ്പോൾ അലീനയ്ക്ക് ഈ കൊച്ചച്ചന്മാരാണെന്ന് അറിയാവുന്ന ഇവന്മാർക്കറിയാം. അതുപോലെ തന്നെ അലീനയെപ്പറ്റി ഇവന്മാർ അറിഞ്ഞു എന്ന് അലീനയെ അറിയുമ്പോൾ അലീന ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ഒരു ഇതൊക്കെ ഇവന്മാരുടെ മനസ്സിലുണ്ട്. ഇവന്മാർക്ക് ഇനി അലീനയെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, അലീനയുടെ മുന്നിൽ പോകാൻ പറ്റത്തില്ല. എല്ലാവരുടെ മുന്നിലും നാണം കെട്ട് ചൂളി വെളുത്തിങ്ങനെ നിൽക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ഖതം ഖോഗയ അവന്മാരുടെ കാര്യം. എന്തായാലും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവരിങ്ങനെ പോരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ബാലൻ ഗംഗേട്ടനോട് ചോദിച്ചു, കണ്ടോ ബാലേട്ടൻ്റെ അനിയന്മാരുടെ കുബുദ്ധി, അവന്മാരുടെ ദുഷ്ടത എന്തോരാണെന്ന് കണ്ടോ, ഒരു പെൺകുട്ടിയോട് അവന്മാർ ചെയ്ത ക്രൂരത എന്താണെന്ന് കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ബാക്കിയൊക്കെ വീട്ടിൽ ചെന്ന് സംസാരിക്കാം. അലീന ആകെ ഭയപ്പെട്ടിരിക്കുക. നീ വാ, കൊച്ചിനെയും കൂട്ടി വാ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഇവർ വണ്ടിയിൽ കയറി വീട്ടിലോട്ട് പോകണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും, നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.